ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് അമലുവും അതുപോലെ ഗംഗയും കൂടിയിട്ട് കെട്ടിപ്പിടിച്ച് അമലുവിൻ്റെ തോളിൽ അവൻ കൈയിട്ട് ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്ന കാഴ്ചയാണ്. വലിയ സന്തോഷത്തിലാണ് അമലു നടക്കുന്നത്. അങ്ങനെ അമലു പറയുന്നുണ്ട്, അതെ നമുക്ക് മുത്തിയമ്മയുടെ അരികിലേക്കൊന്ന് പോയാലോ, അവിടെ ചെന്നൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറയുമ്പോൾ വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വാ, എന്തായാലും നല്ല ശക്തിയുള്ള അമ്മയാണ്, അത് തന്നെയല്ല നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. ഇത്തിരി കുന്നും മലയൊക്കെ കയറാനുണ്ട്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ സാരില്ല, ഞാനുണ്ടല്ലോ കൂടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അമല് നിർബന്ധിച്ച് ഗംഗയെയും കൊണ്ട് ആ മുത്തിയമ്മയുടെ അരികിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പെട്ടെന്നാണ് നമ്മുടെ അമലുവിന് ചെറിയൊരു തലകറക്കം, തല ചുറ്റുന്നത് പോലെയും അതുപോലെ തന്നെ തലയ്ക്ക് എന്തോ കനം പോലെയൊക്കെ തോന്നുന്നത്. എന്ത് പറ്റിയെന്ന് ഗംഗ ചോദിക്കുമ്പോൾ അമല് പറയുകയാണ്, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ തലയ്ക്കൊരു കനം പോലെ, തല ചുറ്റുന്നത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. സാരില്ല, എന്തായാലും പോകണ്ട എന്നപ്പോൾ ഗംഗ പറയുമ്പോൾ സാരില്ല, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് എന്തായാലും പോകാം എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവരങ്ങനെ ഒന്ന് രണ്ടടി കൂടി കൂടുതൽ നടക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അമലുവിന് ആകെ ബുദ്ധിമുട്ട് തോന്നിയിട്ട് ഓടിപ്പോയൊരു ഭാഗത്ത് നിന്ന് ഛർദ്ദിക്കുകയാണ്. അങ്ങനെ അവൾ ഛർദ്ദിക്കുമ്പോൾ ഗംഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എന്താ ഇവൾക്കിപ്പോൾ ഒരു ഛർദ്ദി, എൻ്റെ രക്തം അവളുടെ വയറ്റിലെങ്ങാനും വളരുന്നുണ്ടോ എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അമലുവിൻ്റെ അരികിലേക്ക് ഗംഗ വരികയാണ്. എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അമല് പറയാണ്, എന്തോ മലദേവത നമ്മളോട് ദേഷ്യപ്പെട്ടു എന്ന് തോന്നുന്നു, നമ്മൾ അരുതാത്തത് ചെയ്തില്ലേ, കല്യാണം കഴിഞ്ഞ് സംഭവിക്കേണ്ടത് കല്യാണത്തിന് മുന്നേ സംഭവിച്ചു എന്ന് എനിക്കൊരു തോന്നല് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാരെങ്കിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ എന്നിങ്ങനെ പറയുമ്പോൾ ഗംഗ പറയുകയാണ്, എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്കിതിനെ കളയാം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ കളയാനോ, ഇല്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, കുഞ്ഞ് എൻ്റേത് മാത്രമല്ല വിനായകേട്ടൻ്റെയും കൂടി കുഞ്ഞാണ്, ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്ന് പറയുകയാണ്. സാരില്ല, അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ വയറ്റിൽ വളർന്ന് വളരട്ടെ, എന്നെ കൈവിടാതിരുന്നാൽ മതി, എന്നെ കല്യാണം കഴിച്ചാൽ മതി, അത് പിന്നെ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് ഈ മുത്തിയമ്മയുടെ അരികിൽ പോയിട്ട് അവിടെ നിന്നിട്ട് പരസ്പരം തുളസിമാല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാർത്താം എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വിവാഹം കഴിഞ്ഞതായി തന്നെ പിന്നൊരു മഞ്ഞച്ചെൻ്റെ കഴുത്തിൽ കെട്ടിയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഗംഗ മനസ്സിൽ കരുതുന്നുണ്ട്, ഇല്ലടി ഒരിക്കലും ഞാൻ നിന്നെ കല്യാണം കഴിക്കില്ല, കാരണം എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ഒരേ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ, അവളെ മാത്രമേ ഞാൻ ഭാര്യയാക്കുള്ളൂ, സ്റ്റെഫി, അവളിപ്പോൾ ജയിലിലാണുള്ളത്, അവളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്. അങ്ങനെ എന്താ ചിന്തിക്കുന്നത് എന്ന് അമല് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് ഗംഗ പറയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്നെ കൈവിടരുത് കേട്ടോ എന്ന് പറയുമ്പോൾ ശരി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഗംഗ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുക ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും അതുപോലെ രൂപയും ചന്ദ്രസേൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കല്യാണിയും കിരണമുണ്ട്, അതുപോലെ തന്നെ യാമിനിയും ശാരി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്വർണ്ണങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശാരി ചോദിക്കുകയാണ്, ഇത് എത്ര പവനുണ്ട് രൂപേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, പവനൊന്നും ഞാൻ നോക്കിയില്ല, അങ്ങോട്ട് വാങ്ങി എന്ന് പറയുകയാണ്. അല്ല, ഇപ്പോൾ സ്വർണത്തിന് തീ പിടിച്ച വിലയാണല്ലോ ഉള്ളത്, ആ ഒരു സമയത്ത് ഇത്രയധികം സ്വർണം കണ്ടപ്പോൾ ചോദിച്ചതാ, ഇത്ര അധികം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ശാരി. പെട്ടെന്ന് ശാരിയുടെ വായിൽ നിന്ന് അങ്ങനെ വീണത് ശാരിക്ക് തന്നെ അതൊരു അബദ്ധമായി തോന്നുന്നുണ്ട്. കാരണം മറ്റുള്ള എല്ലാവരും ശാരിയെ കുറ്റപ്പെടുത്തുകയാണ്. എന്തിനാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, നിനക്കും നിൻ്റെ മോൾക്കും നിൻ്റെ പേരക്കുഞ്ഞിനുമുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുന്നില്ലേ, ഇതിപ്പോൾ കല്യാണിയുടെ ചേച്ചിയുടെ വിവാഹമാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ശാരിയെ കുറ്റപ്പെടുത്തുകയാണ്. ആദ്യത്തെ മനസ്സിലുള്ള ആ ദുഷിച്ച ചിന്തകളൊക്കെ ഇപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടല്ലേ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നീ ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ശാരി പറയാണ്, ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുത്തു എന്നും പറഞ്ഞിട്ട് ശാരി അവിടെ നിന്നും പോകുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റിയുടെ സ്വഭാവം ഇങ്ങനെയാണെങ്കിലും ആൻറ്റിയുടെ വളർത്തുമകൾ അവളെന്തായാലും ശരിക്കും മാറിയിട്ടുണ്ട് എന്നിങ്ങനെ അവരങ്ങനെ സംസാരിച്ച് നിൽക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇതെല്ലാം തന്നെ ഇനി കാർത്തികയ്ക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ RS കൺസ്ട്രക്ഷനിലെ രതീഷും ബൈജുവും കൂടി സംസാരിക്കുകയാണ്. എന്തായാലും ആ തേനിനെ പറ്റിയിട്ട് അവർ പറയുന്നുണ്ട്, ആ തേനിന് നല്ല ഡിമാൻഡുണ്ട്,
എന്തായാലും വേലുവിനെ ഒന്ന് കാണണം. വേലു ഇനി അടുത്ത മാസമല്ലേ വരുള്ളൂ എന്ന് ബൈജു ചോദിക്കാം. അത് സാരില്ല, നമുക്ക് അവിടെ പോയി വാങ്ങിക്കാമെന്ന് പറയുന്നു. ഞാൻ എന്തായാലും വേലുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇപ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കാടല്ലേ റേഞ്ച് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രതീഷ് തൻ്റെ ഫോൺ എടുത്തിട്ട് വേലുവിനെ വിളിക്കുകയാണ്. വേലു എന്താ സാറേ എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ വേലു ഫോൺ എടുക്കുന്നുണ്ട്. നിന്റെ തേനിന് നല്ല ഡിമാൻഡ് ഉണ്ടടാ, എന്തായാലും കുറച്ചുകൂടി ഞങ്ങൾക്ക് വേണം തേൻ, സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതിന് സാറേ ഞാനിനി അടുത്ത മാസമല്ലേ അങ്ങോട്ട് വരികയുള്ളൂ എന്ന് പറയാണ്. നീ സംഘടിപ്പിച്ച് വെക്കടാ, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കാം സാറേ, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഞാൻ നോക്കാം, എന്നാ സാർമാർ വരാ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ വരേണ്ട കാര്യം തീരുമാനിച്ചിട്ടില്ല, എന്തായാലും നീ റെഡി ആക്കി വെക്കുക എന്ന് പറയുമ്പോൾ ശരി സാറേ അങ്ങനെ ചെയ്തോളാം എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു കാര്യം നമ്മുടെ ഇവൻ പറയുന്നുണ്ട്, രതീഷ് ബൈജുവിനോട് പറയണം. അപ്പം ബൈജു പറയുന്നുണ്ട് ഒരിക്കലും ആ ഗംഗ ആ കാടിനുള്ളിലൊന്നും ഉണ്ടാവില്ല, കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഇവനൊക്കെ കാണാതിരിക്കല്ലേ, ഇവനൊക്കെ അവിടെ താമസിക്കുന്നവനല്ലേ, അങ്ങനെ അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളോട് പറയാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അതെ അവനില്ല, അവൻ മരണപ്പെട്ടു എന്ന് തന്നെ അവരങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. പിന്നീട് ഈ സ്വർണങ്ങളെല്ലാം തന്നെ അവിടേക്ക്, അതായത് നമ്മുടെ ലക്ഷ്മി അമ്മയുടെയും കാർത്തികയുടെയും വീട്ടിലേക്ക് രൂപയും അതുപോലെ ഈ പറയുന്ന കല്യാണിയും കൂടി കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ, എന്തിനാ രൂപ ഇത്രയധികം സ്വർണം, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അത് സാരില്ല, കല്യാണിയുടെ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നതല്ലേ, ഇതൊന്നും നിങ്ങൾ മുടക്കണ്ട എന്ന് പറയാണ്. അല്ല, ഞങ്ങളുടെ തന്നെ ഒരുപാട് സ്വർണമുണ്ട്, കല്യാണിയും കിരണും വാങ്ങി തന്നതിരിക്കുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എല്ലാം മോൾക്കുള്ളതല്ലേ, ഒരുപാട് പൈസ ഒക്കെ മോൾക്കുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് കാർത്തിക ഫുഡ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, അതിന് കാരണം കിരണൊക്കെ തന്നെയാണ്. കിരൺ നല്ല ഓർഡറൊക്കെ പിടിച്ചു തരുന്നുണ്ട്, അതിൻ്റെ ഒരു ഷെയറോ അല്ലെങ്കിൽ ഒരു ലാഭവിഹിതമോ ഒന്നും അവർ ചോദിക്കുന്നില്ല എന്ന് പറയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ ഗംഗ മരിച്ചത് എല്ലാവർക്കും ഒരു ആശ്വാസമായല്ലോ എന്ന് പറയുമ്പോൾ കാർത്തിക പറയാണ്, ഗംഗ മരിച്ചെങ്കിലും അവൻ്റെ കൂട്ടാളികൾ പുറത്തുണ്ടല്ലോ, അവരെ പേടിക്കണം. തന്നെയല്ല ഈ പറയുന്ന സ്റ്റെഫി, അവൾ ജയിലിലാണല്ലോ, അവളും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, എന്തായാലും പേടിക്കേണ്ടത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. നല്ലൊരു മരുമകനെയല്ലേ കിട്ടാൻ പോകുന്നതെന്നൊക്കെ രൂപയും ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കല്യാണി പറയാണ്, എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കാർത്തികേച്ചിയുടെ വിവാഹം നല്ല അടിപൊളിയായി നടത്തണം എന്നുള്ളത്. കാർത്തികേച്ചി ഒരു കാര്യം ചെയ്ത്, ഞാൻ നാളെ എടുത്തുകൊണ്ട് വന്ന സാരി കാർത്തികേച്ചി ഉടുത്ത് ഞാൻ കണ്ടില്ല, കാർത്തികേച്ചി ആ സാരി ഉടുത്ത് ഈ സ്വർണ്ണങ്ങളൊക്കെ അണിഞ്ഞ് കല്യാണ പെണ്ണിനെ പോലെ ഒന്ന് അണിഞ്ഞൊരുങ്ങിയിട്ട് വാ, ഞാനൊന്ന് ഉടുത്തു തരാം, ഞാൻ അണിയിച്ചു തരാം, ഞങ്ങൾക്കൊന്ന് കാണാലോ, അത് വേണ്ട കല്യാണി എന്ന് കാർത്തിക പറയുമ്പം അത് സാരില്ല മോളെ, ചെല്ല്, ആരോടൊരു ആഗ്രഹമല്ലേ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ നിർബന്ധിച്ച് അകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കൂടെ കല്യാണിയും പോവുകയാണ്, ഈ സ്വർണ്ണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേലു ആണെങ്കിൽ ഇതെടുക്കാൻ വേണ്ടിയിട്ട് തേനെടുക്കാൻ വേണ്ടി കാട്ടിലോട്ട് പോവുകയാണ്. അപ്പം മൂപ്പൻ ചോദിക്കുന്നുണ്ട് എവിടേക്കാടാ എന്ന് ചോദിക്കുമ്പോൾ കാര്യം പറയുകയാണ്. അപ്പോൾ നീ പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാലോ എന്ന് ചോദിക്കുകയാണ്. അവർ നല്ലവരാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ, അതിന് ആ സാറന്മാരെ എനിക്ക് നേരത്തെ അറിയാം മാമ എന്ന് പറയുന്നുണ്ട്. എന്നാൽ കുഴപ്പമില്ല, അപ്പോൾ നീ തേനെടുക്കാൻ തന്നെ പോകുന്നതാണോ അല്ലെങ്കിൽ അമലുവിൻ്റെ പുറകെ പോകുന്നതാണോ, അമലു എന്തെടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ ഞാൻ അതന്വേഷിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നിങ്ങനെ വേലു മറുപടി പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ അമലു നമ്മുടെ ഗംഗയാണെങ്കിൽ ചെയ്യുന്നത്, ഗംഗ അമലുവിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അവരങ്ങനെ കൊച്ചു വർത്താനം പറഞ്ഞ് ഇങ്ങനെ സ്നേഹത്തോടു കൂടി കൈ കൊണ്ട് തലോടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു കാഴ്ച നമ്മുടെ വേലു കാണുകയും ചെയ്യുന്നുണ്ട്. വേലു മനസ്സിൽ കരുതിയാണ്, ഇവളെൻ്റെ കൈവിട്ടു പോയി, വെറുതെ അല്ല ഇവള് ഞാൻ കൊടുത്ത സമ്മാനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞത്, ഇവൾക്ക് എന്നോട് ഇത്ര ദേഷ്യം വെറുതെ അല്ല എന്ന് പറഞ്ഞ് എടി എന്ന് വിളിക്കുകയാണ് നമ്മുടെ വേലു അമലുവിനെ. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.